2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കാത്തതിൽ UDF നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് CK ജാനു. കോൺഗ്രസ് ജനാധിപത്യ മര്യാദ കാണിച്ചില്ല എന്നാണ് ജാനു പറയുന്നത്. ആലോചന പോലുമില്ലാതെ UDF സീറ്റ് പ്രഖ്യാപിച്ചു എന്നാണ് ജാനുവിന്റെ ആരോപണം. 2 സ്ഥലത്തും കോൺഗ്രസിന്റെ തന്നെ ആളുകൾക്ക് സീറ്റ് നൽകിയതായും ജാനു പറഞ്ഞു. കുറച്ച് വിഭാഗത്തിന് മാത്രം സീറ്റ് നൽകുന്ന ഏകാധിപത്യ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും മറ്റ് വിഭാഗങ്ങളോട് കടുത്ത അവഗണനയാണ് കോൺഗ്രസ് കാണിച്ചതെന്നും അവർ വിമർശിച്ചു. 22-ാം തീയതി JRP യോഗം ചേർന്ന് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും CK ജാനു അറിയിച്ചു. അടുത്തിടെ UDFൽ അസോസിയേറ്റ് അംഗമായ CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ 2 സീറ്റിൽ മത്സരിക്കണമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. വയനാട്ടിലെ മാനന്തവാടിയും കോഴിക്കോട് ബാലുശ്ശേരിയുമാണ് അവർ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 2 സീറ്റ് പോയിട്ട് ജാനുവിന് മത്സരിക്കാൻ പോലും സീറ്റ് നൽകാനാവില്ല എന്ന നിലപാടാണ് UDF എടുത്തിരിക്കുന്നത്. അതേസമയം ജാനുവിന്റെ പാർട്ടിക്ക് സീറ്റില്ല എന്ന നിലപാട് വന്നതോടെ ഹൈക്കമാൻഡിനെ കാണാനുള്ള ശ്രമങ്ങൾ ജാനു നടത്തിയതായും പറയപ്പെടുന്നു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചത് ദളിത്, ആദിവാസി, പിന്നോക്ക വിഭവങ്ങളെ ചേർത്ത് നിർത്തുക എന്നതാണെന്നും അതിന് വിഭിന്നമായ നിലപാടാണ് UDF നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും എന്നാണ് ജനാധിപത്യ രാഷ്ട്രീയ സഭ പറയുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബത്തേരി നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ CK ജാനുവിന് പണം നൽകിയ സംഭവവും അതേ തുടർന്ന് കേസുകളും ഉണ്ടായിരുന്നു. പണം നൽകിയ സംഭവത്തിൽ അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രനെതിരെ കേസ് വന്നിരുന്നു. പിന്നീട് സുരേന്ദ്രന് ജാമ്യം ലഭിക്കുകയായിരുന്നു. കേസിൽ ജാനു 2-ാം പ്രതിയും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ 3-ാം പ്രതിയുമായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സീറ്റ് മോഹിച്ചു നടക്കുന്ന ആളാണ് ജാനുവെന്നും അവരെ വിശ്വസിച്ച് പ്രവർത്തിക്കാനിറങ്ങുന്ന ആദിവാസി ഗോത്ര മഹാസഭയിലെ അണികളെയെല്ലാം അവർ മണ്ടന്മാരാക്കുകയാണെന്നുമാണ് ജാനുവിനെ കുറിച്ച് ജില്ലയിലെ മറ്റ് പാർട്ടിക്കാർ ഒന്നടങ്കം പറയുന്നത്. മുത്തങ്ങ സമരത്തിന് ശേഷം മാധ്യമങ്ങൾ CK ജാനു എന്ന സമരനായികയെ വലിയ രീതിയിൽ സ്വീകരിക്കുകയും അവരുടെ മനക്കരുത്തിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സീറ്റ് മോഹി എന്ന പേര് വന്നിരിക്കുകയാണ് ജാനുവിന്. ആദ്യം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ജാനു അവിടെ രക്ഷയില്ല എന്ന് കണ്ടാണ് NDAയുടെ ഒപ്പം ചേർന്നത്. NDAയിൽ നിന്നപ്പോൾ സീറ്റിന് വേണ്ടി നല്ല കാശ് വാരിയെങ്കിലും തോറ്റു മടങ്ങേണ്ടി വന്നു. പിന്നീടാണ് UDFലേക്ക് ചേക്കേറിയത്. മുത്തങ്ങ ഭൂസമരം അടിച്ചമർത്തിയ ആന്റണി സർക്കാരിന്റെ പാർട്ടിയിൽ ഘടകകക്ഷിയാകാൻ കാണിച്ച തീരുമാനം ജില്ലയിലെ ആദിവാസി വിഭാഗങ്ങളെ പോലും ചൊടിപ്പിച്ചിരുന്നു എന്നതും മറ്റൊരു സത്യം തന്നെയാണ്. CPMനൊപ്പം നിന്ന ജാനു NDAയിലും അതിനുശേഷം UDFലും നിലയുറച്ച ശേഷം ഇപ്പോൾ UDFലും സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഇനി ഏത് പാർട്ടിയിലേക്ക് പോകുമെന്നാണ് ഇനി അറിയാനുള്ളത്. ആദിവാസി നേതാവ് CK ജാനുവിന്റെ UDF പ്രവേശം മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. NDAയുടെ ഭാഗമായിരുന്ന CK ജാനു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ UDFൽ ചേരുകയും മത്സര രംഗത്തുണ്ടെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു. UDF ജയിച്ചാൽ മന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള ജാനുവിന്റെ നീക്കമാണിതെന്ന് പാർട്ടിക്കുള്ളിൽ പോലും പറയുന്നവരുണ്ട്. ആദ്യം സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുമെന്നും പിന്നീട് മാനന്തവാടിയിലായിരിക്കുമെന്നുമുള്ള ഊഹാപോഹങ്ങളും പിന്നീട് ജാനുവിന്റെ പ്രതികരണങ്ങളും ഉണ്ടായി. ജാനു മത്സരിക്കാനെത്തിയാൽ എതിർക്കുമെന്ന് ലീഗ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ലീഗിന്റെ നിലപാടിൽ ഭയന്ന കോൺഗ്രസ് നേതൃത്വം ജാനുവിന് സീറ്റ് നൽകാതിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വിവരം. UDFലെ അസോസിയേറ്റഡ് മെമ്പറായി കയറിക്കൂടിയ പാർട്ടിയാണ് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസും CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ പൂർത്തിയായപ്പോൾ PV അൻവറിന് സീറ്റ് ബേപ്പൂരിൽ കൊടുക്കുകയും ജാനുവിനെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തിരിക്കുകയാണ് നേതൃത്വം. ഈ നിലപാടിൽ ഇടഞ്ഞു തന്നെയാണ് ജാനു. ഇല്ലത്ത് നിന്നും ഇറങ്ങുകയും ചെയ്തു, അമ്മത്ത് എത്തിയുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ജാനു ഇനി എങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും അതിനുള്ള ഉത്തരം ജാനു തന്നെ പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.